അസ്സലാമലൈക്കും. അമ്പലത്തിൽ പോയി പറഞ്ഞ വഴി ആ രാവുണ്ണിയാരാ പറഞ്ഞ ഇവിടെ പണി നടക്കണ കാര്യം. ദുബായിന്ന് വരില്ല നിങ്ങളുടെ അനിയൻകുട്ടി വിശ്വനാഥൻ. അപ്പോഴേക്ക് ഇതിന്റെ പണിയൊക്കെ തീർത്ത് താക്കോല് കൈ കൊടുക്കണ്ടേ? ഇതിനൊക്കെ എങ്ങനെയാ ഗഫൂറെ ഞാൻ നിന്നോട് നന്ദി പറയാം. അല്ലോ നന്ദി പടച്ചോനോട് പറയും ശാരദി മാഷേ. ഇവിടെ കിടന്ന് നശിക്കായിരുന്നു എൻ്റെ കുട്ടി. പടച്ചോന്റെ അനുഗ്രഹവും ഗഫൂറിന്റെ കാരുണ്യവും കൂടി ഉണ്ടായപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അല്ല ശാരദി മാഷേ, നിങ്ങളുടെ നല്ല മനസ്സാ എല്ലാറ്റിനും കാരണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി തിരക്കുണ്ട്. നാളത്തരം കഴിഞ്ഞ് ഇതിലേ വരാം. അങ്ങനെ ആയിക്കോട്ടെ. ഗഫൂറെ, വീടിന്റെ പാല് കാച്ച് കഴിയട്ടെ. അവന് നമുക്കൊരു പൂച്ചക്കുട്ടിയെ കൂടെ പിടിച്ചുകൊണ്ട് കൊടുക്കണം. നല്ലൊരു ശാരസയായ കുട്ടിയെ. മാഷ് പറഞ്ഞാൽ നല്ല കിളി പോലത്തെ പെണ്ണിനെ കൊത്തിക്കൊണ്ട് കൊടുക്കൂലേ അവന് ഞാൻ. എവിടെയാ പഴിച്ചത്? ആർക്കാ പഴിച്ചത്? ആരാ ചതിച്ചത്? അറിയണം എനിക്ക് അറിയണം. അച്ഛനാണോ? അച്ഛൻ പെങ്ങളാണോ? എന്റെ ഭാഷയാണോ? അതോ ഈശ്വരന്മാരാണോ? മറ്റാരുമല്ല മീര, മറ്റാരുമല്ല. ഒരുപാട് മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നം കാണിച്ചു തന്നു നിന്നെ ചതിക്കുഴി കൊണ്ട് ചാടിച്ചത് ആ പിശാച, നിന്റെ മാഷ്, എന്റെ പെങ്ങടെ വയറ്റി പിറന്ന ഭരതനെന്ന ആ കാലഭൈരവൻ. മറക്കണം, നീ എല്ലാം മറക്കണം. പുനർജന്മം എടുത്തു വന്ന ആ കത്തിവേഷം ഉരുപിടിച്ചാരമായി ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയെന്ന് നീ സമാധാനിക്കണം. മീര, ഒന്നിറങ്ങി വാ. കാര്യമായിട്ട് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്ക്. നിന്റെ മാഷ വിളിക്കുന്നത്. വാ, ഒന്നിറങ്ങി വാ.
യോഗ്യൻ തറവാടി ഇവനാണ് അച്ഛ. സ്വയം പുകഴ്ത്തല്ല ഗോവിന്ദാമേ, ഭരണി പൊട്ടിപ്പോവും. എടോ ഗോവിന്ദ പിഷാരടിയുടെ അച്ചാറെന്ന് പറഞ്ഞാൽ എന്താ നീ ഉദ്ദേശിക്കണത്? ഒരു കടുവാങ്ങാ മതി, ഏത് ഭീമസേന് 4 പറ അരിയുടെ ചോറുണ്ണും. നോക്കിക്കോ നീ നാളെ ആമക്കുട്ടിയെ കാണാൻ വരുന്ന ചെക്കനും അവന്റെ ബന്ധുക്കളും നാളെ ബോധം കെട്ട് വീഴും ഈ അച്ചാറ് കഴിച്ചു. അപസ്മാരത്തിന്റെ നെയ്യത്തിരി കരുതേണ്ടി വരുമോ ഗോവിന്ദമാമേ? ബോധം കെട്ട് വീഴുന്നവരെ എഴുന്നേൽപ്പിക്കാൻ. എടി എടി പരിഹസിക്കണ്ട നീയെ. നാളെ സദ്യ കഴിയുമ്പോ വിവരം മനസ്സിലാവും നിനക്ക്. ഏട്ടനെന്താ കുട്ടിയത്തെ കുറയ്ക്കണ പോലെ മിണ്ടാണ്ടിരിക്കണേ? ഒന്ന് ഉഷാറാവടോ ഭരത. നമ്മുടെ കുട്ടി നാളത്തരം കഴിഞ്ഞാൽ ഈ പടി ഇറങ്ങി പോവാൻ പോവല്ലേ. ഒന്ന് ഇളകി മറിയടോ താൻ. ആരാ പ്രഭാര ഇവരൊക്കെ? ഭാമയെ കാണാൻ വന്നവരാ. ഇതാ ചെറുക്കൻ, ഇത് അച്ഛൻ ശങ്കരൻകുട്ടി മാഷ്, ഇത് അമ്മാമ, ഇത് ചെറിയച്ഛൻ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണേ? ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണുക, വേണച്ച വല്ല സംസാരിക്കുക, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ. ഇതാ ഇവിടുത്തെ പതിവ്. ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ ഷാരടി മാഷേ. അത് നിങ്ങളുടെ തറവാട്ടില്, ഇതെന്റെ തറവാട്. ഇതെന്താ ഗോവിന്ദ പിഷാരടി, ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാൻ തോന്നി എന്റെ മകന്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ആരാ നിങ്ങളുടെ മകൻ? മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജസ്വാമികളോ? വലിയ പണ്ഡിതരാജപ്പട്ടം വാങ്ങിയ ആളല്ലേ ഭരത പിഷാരോടി. തസ്മത് ഗായന്തം സ്ത്രീയഹ കാമയന്തി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ? കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടം കമത്തി വെച്ച പോലുള്ള നിലമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക് ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നുന്നു നിങ്ങളുടെ മകനെ? പരമേശ്വര, ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട. മാഷേ അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കേറി വരില്ലായിരുന്നു ഇവിടെ. വരിക. ഭരത, കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്യാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത. മരിച്ചു മേലെ നീക്കണം, നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ്. ഓർത്തോ? വല്ല കിണറ്റിലോ കുളത്തിലോ ചാടി ചാവണായിരുന്നു. നീ ഇതിനെ അങ്ങോട്ട് കൊല്ലടാ. ചാടട്ടെ അവള് പോയി. അമ്മ പറഞ്ഞ പോലെ വല്ല കിണറ്റിലോ കുളത്തിലോ. സമ്മതിക്കോ ഏട്ടനവളെ? ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ആരോ കിണറ്റിലൂടെ ഇരിക്കണു. പ്രഭാകര, എന്താ അവിടെ ബഹളം? നമ്മുടെ കിണറ്റിൽ ആരോ വീണിരിക്കണു. അയ്യോ ഭഗവതി. കാല് തെറ്റി വീണായിരിക്കും അല്ലേ രാവണിയാര്? ആൾമറുള്ള കിണറ്റിൽ എങ്ങനെ കാലേറ്റ് വീഴാ? വിട്ടിത്തരം പറയാതിരിക്കുമോ? നീന്താൻ അറിയോ ഷാരടി മാഷിന്? ഗംഗാനദി നീന്തി കിടന്ന ആളല്ലേ, പിന്നെയാണോ എൽക്കി പൊട്ടക്കിണറ്? ഒരു കയറങ്ങിട്ട് കൊടുത്താൽ മതി, കേറിങ്ങ വരും. അപ്പനാവാ
എവിടെ കയറെവിടെ? പോയി ഗോവിന്ദമാമേ, നമ്മുടെ കുട്ടി. ആരുടെ കാര്യം നീ പറയണേ? നമ്മുടെ ഭാമ. അമ്മ പറഞ്ഞ പോലെ കരുത്തി ചാടിയവള്. ഇതാരായി നിക്കണെന്ന് കണ്ണു വീഴ്ച നോക്ക് ഭരത. ഭാമ. അപ്പൊ ആരാ കണ്ടി ചാടിയേക്കണേ? ചത്തുപോയ നിന്റെ അച്ഛനെ ഇരിങ്ങണ്ണൂർ നാരായണ പിഷാരടി. എടാ വിദ്യാസുര, കഞ്ചാവ് അഴിച്ച കിണറ്റിച്ചാടി എന്നല്ല ചന്ദ്രനെ പോയി എന്ന് വരെ തോന്നും. ഇങ്ങോട്ട് കേറി വാ, നീ വച്ചിട്ടുണ്ടോ നിനക്ക് ഞാൻ? ഇന്നോടെ ഏട്ടന്റെ കഞ്ചാവടി ഞാൻ അവസാനിപ്പിക്കും. മാഷേതാ പതുക്കെ സൂക്ഷിച്ചാ. അതൊന്നും എടുക്കരുത്. ഇങ്ങോട്ട് തരാം. ഇങ്ങോട്ട് തരാൻ. ചങ്ങലക്കിടാനുള്ള അസുഖമൊന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ? അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാ, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാം? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടിളകുക എന്നർത്ഥം. ഒക്കെ ഒരു ജാട ഈ അപ്പോത്തിക്കിരിമാരുടെ. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചു കയറ്റിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ. കഞ്ചാവ് വലിക്കുക? ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത് ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്. വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എപ്പോഴാ കുട്ടിയെ നിനക്ക് ഈ വയ്യായ തുടങ്ങിയത്? ഗോവിന്ദ മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായൊരു ഉത്തരം തരാൻ പറ്റുമോ? അതുപോലെ എപ്പോഴോ ഒരിക്കൽ, എന്നോ ഒരിക്കൽ, ഒരു കാലഗണന ഇല്ല അതിന്. ഗോവിന്ദ മാമേ, സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത്.